ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തിരിച്ചു പോകുമ്പോഴേ ഇതിന്ന് നമുക്ക് കുറച്ച് ചെടികൾ കൊണ്ടുപോകണം. അവിടെ ആരാ ഇതൊക്കെ നോക്കാനും വെള്ളം ഒഴിക്കാനും ഒക്കെ? നിന്റെ അച്ഛൻ അവിടെ വെറുതെ ഇരിക്കല്ലേ? നീ അവിടെ ഒന്ന് നിന്നേ. ഹലോ, അനസൂയായിരുന്നോ? പിന്നെ ആരാണെന്ന് കരുതി. എന്താണ് ഒരു കള്ള ലക്ഷണം? ആരായിരുന്നു ഫോണില്? അത് എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞാ ആണോ അതോ പെണ്ണോ? നിനക്കിപ്പോ എന്താ അറിയണ്ടേ? എനിക്കിപ്പോ ഒന്നും അറിയണ്ട, ഭാവിയിൽ അറിഞ്ഞാ മതി. വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് വന്നാ മതിയെന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോ ഞാൻ അവരെ നിർബന്ധിച്ച് നേരത്തെ കൂട്ടിക്കൊണ്ടു വന്നത്. അത്രയും നേരത്തെ എനിക്ക് അർജുനേട്ടനെ കാണാലോ. എനിക്കെന്തോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്, ഇവിടുത്തെ ആളുകള്, ഈ മുറി, പിന്നെ അർജുനേട്ടൻ. ഇവിടെ സ്ഥിരതാമസാക്കിയാലോ എന്ന് ഒരാലോചന ഉണ്ട് എനിക്ക്. അനസൂയെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരാം. വരണം, എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഷുവർ, ഞാൻ വരും. എന്നാ ഓക്കെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഹലോ. എടോ, സോറിടോ, ഞാൻ നേരത്തെ പറയാതെ കട്ട് ചെയ്തേന്. എന്റെ ഒരു കസിൻ പെട്ടെന്ന് റൂമിലേക്ക് കയറി വന്നു. എന്റെ അമ്മാവന്റെ മോളാ. എന്നോട് വലിയ കാര്യമാണ്. ഇപ്പോഴേ കള്ളം പറഞ്ഞ് ഒരു വിധത്തിലാ ഞാൻ ഒഴിവാക്കി വിട്ടത്. കേട്ടിടത്തോളം ഈ കസിൻ ഭാവിയിൽ എനിക്കൊരു എതിരാളിയായി വരാൻ ചാൻസ് ഉണ്ട്. പണിയാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും. ഇപ്പോഴ് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് വന്നതാ. അമ്മാവൻ രാവിലെ തന്നെ ജോലി തുടങ്ങിയോ? ഇതൊരു ജോലിയല്ല, ഇതെന്റെ ഒരു ശീലമാ. ആ ശീലത്തിൽ നിന്നുണ്ടായതാ ദാ ഇതെല്ലാം. മോള് കൂടുന്നോ? ഏയ്, ഇതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ദേഹത്തൊക്കെ മണ്ണും പൊടിയാകും. ഞാനിവിടെ 5 മിനിറ്റ് നിന്നാ മതി, എന്റെ കാര്യം പോക്ക. ടെസ്റ്റ് അലർജി ഉണ്ടേ. എന്താണ് അമ്മാവനും മരുമകളും കൂടെ ഒരു വിശേഷം പറഞ്ഞു? അല്ല, ഞാൻ അമ്മാവനോട് ഓരോന്നിങ്ങനെ പറയുമായിരുന്നു. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കരുത് കേട്ടോ. നീ പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കുമ്പോ ബാക്കി പറയാനുള്ളതാ. ഈ പൂ കൊള്ളാലോ.
അതെടുക്കണ്ട. നീലിമയ്ക്ക് വേണമെങ്കിൽ വേറെ പൂ പറിച്ചെടുത്തു. വേറെന്തിനാ പറിക്കുന്നത്? ഇത് മതിയല്ലോ. വേറൊരാൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാ. എന്നാ വേണ്ട. തിരിച്ചു പോകുമ്പോഴേ ഇതിന്ന് നമുക്ക് കുറച്ച് ചെടികൾ കൊണ്ടുപോകണം. അവിടെ ആരാ ഇതൊക്കെ നോക്കാനും വെള്ളമൊഴിക്കാനും ഒക്കെ? നിന്റെ അച്ഛൻ അവിടെ വെറുതെ ഇരിക്കല്ലേ. നീ അവിടെ ഒന്ന് നിന്നേ. നിന്നോട് ആരാ പറഞ്ഞ പൂവെടുത്ത് തലയെ വെക്കാൻ? ആരോട് ചോദിച്ചിട്ടാ നീ അത് എടുത്തേന്ന്? ഇവിടെ നമ്മളെക്കാളൊക്കെ വില ജോലിക്ക് നിൽക്കുന്നവർക്കാന്നാ ഇവരുടെയൊക്കെ വിചാരം. ഇവിടെയുള്ളവരൊക്കെ പാവങ്ങളാ. അത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവളെ ഒന്ന് നോക്കി. ഇവളെ എന്നെയും കണ്ടാ തോന്നും ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയും ഇവളിവിടുത്തെ കൊച്ചമ്മയാണെന്നും. അത് വിട് നീലിമേ, ഒരു പൂവിന്റെ കാര്യമല്ലേ. അങ്ങനെ വിടുന്നില്ല അമ്മാവ. ഇവരുടെ അഹങ്കാരം തീർത്തേ പറ്റൂ. ആ പൂ തലേന്നെടുത്ത് മാറ്റിക്കേ. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ആ പൂ തലേന്നെടുത്ത് മാറ്റാൻ. എന്താ എന്താ ഇവിടെ ഒരു കശവിശ? ഈ വീട്ടിൽ ഞങ്ങൾക്കാണോ അതോ ഇവർക്കാണോ കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് ഞങ്ങൾക്ക് അറിയണം. അതിന് മാത്രം എന്താ പ്രശ്നം? ഇവളുടെ തലയിലിരിക്കുന്ന പൂ തന്നെയാ പ്രശ്നം. അമ്മാവ വേറെന്തോ കാര്യത്തിന് പറിച്ചു വെച്ചിരുന്നതാ. അമ്മയ്ക്ക് അത് കൊടുത്തില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഇവരതെടുത്ത് തലയിൽ വെച്ചു. ഇതാണ് കാര്യം. അത് ഞാൻ ചന്ദ്രാമയ്ക്ക് പറിച്ചു വെച്ചിരുന്നല്ലേ. ഞാനാ ചന്ദ്രാമയെ പറഞ്ഞു വിട്ടത് ആ പൂ എടുത്തോളാൻ. അത് അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ. ചന്ദ്രാമേ വിഷമിച്ച് നിൽക്കാതെ പോയാട്ടെ. ചെല്ല്. ഒന്ന് നിന്നേ.